ദ്യുതി എരുവ ഉണ്ടാക്കുന്ന വിധം. നമസ്കാരം. ഞാൻ ഇവിടെ ഒരു ചുരങ്ങ കൊണ്ടൊരു അലുവയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ദ്യുതി എലുവ എന്നും പറയും. അതിലേക്കായിട്ട് ഒരു 500 ഗ്രാം ചുരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് മൈദ, നെയ്യ്, പിന്നെ പാല്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഏലക്കാപ്പൊടി, ഇത്രയായിട്ടാണ്. ആദ്യം ഈ ചുരങ്ങ വൃത്തിയാക്കുക, തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് സ്റ്റെപ്പ് ചെയ്ത് ഇട്ടാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതുപോലെ ചെറുതായിട്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വളരെ ചെറിയ തീയിൽ വേണം വെക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യോ ഡാൽഡയോ ആയാലും മതി. ഒഴിച്ചതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ചുരങ്ങയുടെ ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു ഗ്ലാസ് പാലൊഴിക്കുക. പാലൊഴിച്ചതിന് ശേഷം 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. ഒക്കെ നന്ന് ഈ കുറച്ച് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ, ഹൈ ഫ്ലെയിം കണ്ടാൽ കുറച്ചൊന്ന് കുറവ്, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ 10 മിനിറ്റാണ് ഇത് വേവിക്കാൻ സമയം. 10 മിനിറ്റായി ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി അതിലേക്ക് തൂക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയാൽ മതി. ഇതിലേക്ക് അണ്ടി മുന്തിരിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിലത്തെ കുരു കളയാതെ ഇതിൽ തന്നെ ഇടും വേണം. അതായത് അത് അണ്ടിയും മുന്തിരിൻ്റെ ആ ടേസ്റ്റ് തന്നെയായിട്ട് വരും. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് മെല്ലിയ ചെറിയ തീയിലാക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിക്കുക. ഈ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇത് മുഴുവനായിട്ട് ആക്കിയിട്ട് ചുരങ്ങ അലുവ തയ്യാറായിട്ടുണ്ട്. ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് ഉപയോഗിക്കാം. ഇത് കണ്ടതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.